ഗാസ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ മന്ത്രിസഭ സമ്പൂർണ്ണ അംഗീകാരം നൽകി. നാളെ മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. ഇതോടെ 15 മാസം നീണ്ടുനിന്ന ഹമാസുമായുള്ള യുദ്ധം 6 ആഴ്ചത്തേക്ക് നിർത്തിവെക്കും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വതി വിശ്വനാഥനുണ്ട്. അശ്വതി, വിവരങ്ങൾ. അതിൽ ഗാസ വെടിനിർത്തലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ശുഭകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ മന്ത്രിസഭാ യോഗം പൂർണ്ണമായും ഗാസ വെടിനിർത്തലിനെ അംഗീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ബുധനാഴ്ചയാണ് ഖത്തറിൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. പ്രധാനമായും ഇസ്രായേൽ മന്ത്രിസഭ അതിന് അനുമതി നൽകാൻ ഏറെ വൈകി എന്നുള്ളത് തന്നെയായിരുന്നു. ഇതൊരുപാട് ആശങ്കകളും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇന്നലെയാണ് ഇസ്രായേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്ന് കരാറിന് അനുമതി നൽകുന്നത്. അതിനുശേഷം ഇസ്രായേലിന്റെ പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൽ 32 അംഗ മന്ത്രിസഭയിൽ 24 പേരാണ് ഭൂരിപക്ഷവും ഈ ഒരു കരാറിനെ അനുകൂലിച്ചിരിക്കുകയാണ്. 2 തീവ്ര വലതുപക്ഷ നേതാക്കളടക്കം 8 പേരാണ് ഈ ഒരു കരാറിനെ എതിർത്തിരിക്കുന്നത്. ഇതോടെ വെടിനിർത്തൽ മുൻ നിശ്ചയിച്ച പോലെ തന്നെ ഞായറാഴ്ച തന്നെ പ്രാബല്യത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ തീർപ്പായിട്ടുണ്ട്. ഇന്ത്യൻ പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 12:15 ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടത്തിൽ ഹമാസിൻ്റെ പിടിയിലുള്ള 33 ഇസ്രായേൽ ബന്ദികളെ കൈമാറുമെന്നാണ് റിപ്പോർട്ട്. ഈ ബന്ദികളുടെ ലിസ്റ്റ് ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിൻ്റെ പക്കലുള്ള 95 ഹമാസ് തടവുകാരുടെ ലിസ്റ്റും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതലുള്ളത്. ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള മാധ്യമങ്ങളടക്കം അവർക്ക് ലഭിച്ചിട്ടുള്ള കരാർ രേഖ പ്രകാരം 1-ാം ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസയിലെ ജനസാന്ദ്രതയേറിയ മേഖലകളിൽ നിന്ന് പിന്മാറുമെന്നാണ്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം പ്രതിദിനം 600 ട്രക്കുകളായി വർദ്ധിപ്പിക്കുമെന്നിങ്ങനെയാണ് 1-ാം ഘട്ടത്തിലുള്ള വ്യവസ്ഥകൾ. ഇനി 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയാണ് പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പിലാവുക. അതായത് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. മാത്രമല്ല അവശേഷിക്കുന്ന ബന്ദികളുടെ കൈമാറ്റം ഈ ഒരു ഘട്ടത്തിലായിരിക്കും നടക്കുക. 1-ാം ഘട്ടം ആരംഭിച്ച് 16-ാം ദിവസമാണ് 2-ാം ഘട്ടത്തിനുള്ള ചർച്ചകൾ ആരംഭിക്കുക. ഈ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും വിജയകരമായി നടന്നതിന് ശേഷം മാത്രമാണ് ഗാസ വെടിനിർത്തലിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയായാലും ഏകദേശം ഒരു 48,000-ഓളം പേരുടെ ജീവനെടുത്ത ഗാസയിലെ മനുഷ്യകുരുതിക്ക് നാളെ മുതൽ അറുതി വരുമെന്ന് തന്നെ പ്രത്യാശിക്കാം. ആതിര, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വതി വിശ്വനാഥൻ.